ബി.ജെ.പിയും സംഘപരിവാറും കൊട്ടിഘോഷിക്കുന്ന മോദിജിയുടെ ഗ്യാരണ്ടി നമ്മളെ പറ്റിക്കുന്നതല്ലേ? ഒന്ന് ചിന്തിച്ച് നോക്കിക്കേ. ഇങ്ങനെ ഒരുപാട് ഗ്യാരണ്ടികൾ 2014 മുതൽ പറഞ്ഞ് രാജ്യത്തെ ജനങ്ങളെ പറ്റിച്ചുകൊണ്ടിരിക്കുക. ഇപ്പോഴും പറയുന്നു മോദിജിയുടെ ഗ്യാരണ്ടി എന്ന്. എന്താണ് മോദിജിയുടെ ഗ്യാരണ്ടി? നരേന്ദ്രമോദിയുടെ ഗ്യാരണ്ടി എന്നാൽ ജനങ്ങളുടെ ക്ഷേമത്തിനായുള്ള പ്രതിബദ്ധത എന്നാണ് അർത്ഥമാക്കുന്നത്. മോദിക്ക് ഗ്യാരണ്ടി എന്നാൽ യുവാക്കളുടെ വികസനം, സ്ത്രീകളുടെ ശാക്തീകരണം, കർഷകരുടെ ക്ഷേമം, പതിറ്റാണ്ടുകളായി അവഗണിക്കപ്പെട്ട, പാർശ്വവൽക്കരിക്കപ്പെട്ട, ദുർബലരായ എല്ലാവർക്കുമുള്ളൊരു ഗ്യാരണ്ടിയാണ്, ഉറപ്പാണ്. ഇതുവരെ നരേന്ദ്രമോദി സർക്കാർ 2 ഘട്ടങ്ങളിലായി ചെയ്ത വികസനക്ഷേമ പരിപാടികൾ തുടരുമെന്നതാണ് ആ മഹത്തായ ഗ്യാരണ്ടി. മോദി സർക്കാരിന്റെ ക്ഷേമ പരിപാടികളാണ് ഒരു ഗ്യാരണ്ടി. പ്രധാനമന്ത്രി ഗരീബ് കല്യാൺ അന്ന യോജന വഴി 80 കോടി ജനങ്ങൾക്ക് സൗജന്യമായി ഭക്ഷ്യധാന്യങ്ങൾ വിതരണം ചെയ്തു. 25 കോടി ജനങ്ങളെ ബഹുമുഖ ദാരിദ്ര്യത്തിൽ നിന്നും കരകയറ്റാനും സാധിച്ചു. പ്രധാനമന്ത്രി ആവാസ് യോജനയിലൂടെ മോദി സർക്കാർ എല്ലാവർക്കും വീട് ഉറപ്പ് നൽകുന്നുണ്ട്. ഇന്ന് 4 കോടിയിലധികം വീടുകൾ പദ്ധതി പ്രകാരം അനുവദിച്ചു. ഗ്രാമങ്ങളിലെ 100% വൈദ്യുതീകരണവും ഈ വാഗ്ദാനത്തിന്റെ ഒരു ഭാഗമാണ്. ഇന്ത്യയിലെ എല്ലാ ഗ്രാമീണ കുടുംബങ്ങൾക്കും സുരക്ഷിതവും ശുദ്ധവുമായ പൈപ്പ് വാട്ടർ കണക്ഷനുകൾ ഉറപ്പു നൽകുന്ന ജൽജീവൻ മിഷന്റെ കീഴിൽ നിന്ന് 14 കോടിയിലധികം ഗ്രാമീണ കുടുംബങ്ങളിൽ വെള്ളമെത്തുന്നുണ്ട്. എല്ലാവർക്കും ആരോഗ്യം ഉറപ്പാക്കുന്നത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജനയാണ്. ഒരു സർക്കാർ ധനസഹായം നൽകുന്ന ലോകത്തെ ഏറ്റവും വലിയ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി. 12 കോടി ദുർബല കുടുംബങ്ങളിലെ 55 കോടി വ്യക്തികളെയാണ് ഈ പദ്ധതി ഉൾക്കൊള്ളുന്നത്. പ്രധാനമന്ത്രി ജൻമൻ പദ്ധതി പ്രകാരം 24,000 കോടി രൂപ ഇതുവരെ ധനസഹായം നൽകി കഴിഞ്ഞു. ദുർബലരായ ആദിവാസി വിഭാഗങ്ങൾക്കിടയിൽ സർക്കാർ പദ്ധതികൾ കൃത്യമായി ഇങ്ങനെ എത്തുന്നുണ്ടെന്ന് ഉറപ്പാക്കും. കർഷകരുടെ ക്ഷേമത്തിനായി 2024-25 1.27 ലക്ഷം കോടി രൂപ വകകൊള്ളിച്ചിട്ടുണ്ട്. 2014-15 ബജറ്റിൽ നിന്ന് 300% വർധനമാണിത്. PM കിസാൻ പദ്ധതി 11 കോടിയിലധികം കർഷകർക്ക് ഗുണം ചെയ്തു കഴിഞ്ഞു. 2.6 ലക്ഷം കോടി രൂപ ഇതുവരെ ധനസഹായമായി നൽകി. സ്ത്രീകളുടെ വളർച്ചയെ ശക്തിപ്പെടുത്തുന്ന ജൻധൻ യോജന പോലുള്ള സംരംഭങ്ങൾ 28 കോടി സ്ത്രീകൾക്ക് ആദ്യമായി സ്വന്തമായി ബാങ്ക് അക്കൗണ്ടുകൾ നൽകി. അതേസമയം ഏകദേശം 31 കോടി രൂപയുടെ മുദ്രാ വായ്പകൾ സ്ത്രീകൾക്ക് വിതരണം ചെയ്തു. 10 കോടി LPG കണക്ഷനുകൾ നൽകുന്ന പ്രധാനമന്ത്രി ഉജ്ജ്വൽ യോജന പോലുള്ള സംരംഭങ്ങളുടെ വിജയം സ്ത്രീകളെ ശാക്തീകരിക്കുന്ന ഒന്ന് തന്നെയാണ്. ഗ്രാമീണ ശുചിത്വം, ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ പോലുള്ള സംരംഭങ്ങൾ എന്നിവയിൽ സർക്കാർ അതീവ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. നാരീശക്തി വന്ദൻ അധിനിയം സ്ത്രീകളുടെ ശാക്തീകരണത്തിലെ ഒരു വലിയ കുതിപ്പ് തന്നെയാണ്. തൊഴിലില്ലായ്മ നിരക്ക് 2018-19 5.8% നിന്നും 22-21 ആയപ്പോൾ അത് 3.2% കുറയ്ക്കാനായി. ഇന്ത്യയുടെ ഡിജിറ്റൽ സമ്പദ് വ്യവസ്ഥയിൽ 2014 മുതൽ 19 വരെ 6 കോടി തൊഴിലവസരങ്ങൾ സൃഷ്ടിച്ചു. ഇതിന്റെ തുടർച്ചയാണ് അടുത്ത മോദി ഗ്യാരണ്ടി. പ്രധാനമന്ത്രി മോദിയുടെ നേതൃത്വത്തിൽ ഇന്ത്യയുടെ വളർച്ചയുടെ കഥയിൽ മധ്യവർഗം തന്നെയാണ് ഒരു ചാലക ശക്തിയായത്. വിശാലമായ രാജ്യത്തെ മെട്രോ ട്രെയിൻ ശൃംഖലയും വന്ദേ ഭാരത് ട്രെയിനുകളും ഉൾപ്പെടെ അടിസ്ഥാന സൗകര്യ വികസനവും ഉറപ്പാക്കി കഴിഞ്ഞു. ഈ പറയുന്നതിൻ്റെയൊക്കെ ഒരു ആകെത്തുകയാണ്. ഈ പറയുന്ന വികസനങ്ങളുടെയൊക്കെ അടുത്ത പടിയാണ് മോദി ഗ്യാരണ്ടി. 3ാം വട്ടവും നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിലെത്തുമ്പോൾ ഈ പറയുന്ന പദ്ധതികൾ കൂടുതൽ ശക്തിയോടെ, കൂടുതൽ കരുത്തോടെ രാജ്യത്തെ ജനങ്ങൾക്കിടയിൽ നടപ്പാക്കും എന്നത് തന്നെയാണ് മോദിയുടെ ആ ഗ്യാരണ്ടി. കേട്ടല്ലോ, ഇതാണ് ഇപ്പോഴത്തെ മോദിജിയുടെ ഗ്യാരണ്ടി. നാണമില്ലേ BJP-ക്കാരാ നിങ്ങൾക്കിത് പാടിപ്പുകഴ്ത്തിക്കൊണ്ട് നടക്കാൻ? ഒരുപക്ഷെ ഉത്തരേന്ത്യയിലെ പാവം ജനങ്ങൾ വിശ്വസിച്ചേക്കും, അവരെ പറ്റിക്കാൻ എളുപ്പമാണല്ലോ. പക്ഷെ കേരളത്തിലുള്ളവർ നിങ്ങളുടെ ഗ്യാരണ്ടി വിശ്വസിക്കില്ല. നേരത്തെയുള്ള തെരഞ്ഞെടുപ്പുകളിൽ, അതായത് 2014 മുതൽ തന്ന ഏതെങ്കിലും ഗ്യാരണ്ടികൾ നടപ്പാക്കിയ ഏതെങ്കിലും ഒരു ഗ്യാരണ്ടി നിങ്ങൾക്കൊന്ന് പറയാമോ? പ്രതിവർഷം 2 കോടി തൊഴിൽ നൽകാം എന്ന മോദിയുടെ ഗ്യാരണ്ടി എവിടെ പോയി? 2 കോടി പോയിട്ട് 2 ലക്ഷം പേർക്കെങ്കിലും തൊഴിൽ കൊടുത്തോ? പകരം കോടിക്കണക്കിന് തൊഴിലവസരങ്ങൾ വെട്ടിക്കുറച്ചു. രാജ്യത്തെ മഹാഭൂരിപക്ഷം വരുന്ന ചെറുപ്പക്കാർക്ക് തൊഴിൽ ലഭിച്ചില്ല. അതിന് പ്രധാന കാരണമെന്താ? അർദ്ധ സർക്കാർ സ്ഥാപനമായ പൊതുമേഖലാ സ്ഥാപനങ്ങളെല്ലാം അദാനിമാർക്കും അംബാനിമാർക്കും തീറെഴുതി കൊടുത്തു. അവിടെയും ചെറുപ്പക്കാർക്ക് തൊഴിൽ ലഭിച്ചില്ല. രാജ്യത്തെ തൊഴിൽ രഹിതരിൽ 83% യുവജനങ്ങളാണ്. തൊഴിലില്ലായ്മ 2 ദശകത്തിനിടെ ഇരട്ടിയായി എന്ന് 2024 ഇന്ത്യ എംപ്ലോയ്മെൻറ്റ് റിപ്പോർട്ടിൽ പറയുന്നു. ഇനി പട്ടാളത്തിലെങ്കിലും ചേരാമെന്ന് വിചാരിച്ചാൽ അവരെയും 4 വർഷത്തെ കരാർ തൊഴിലാളികളാക്കി മാറ്റി BJP സർക്കാർ. അതുപോലെ 50 രൂപയ്ക്ക് പെട്രോൾ, 400 രൂപയ്ക്ക് ഗ്യാസ്, ഇതൊക്കെ തരുമെന്ന് ഗ്യാരണ്ടി പറഞ്ഞിരുന്നു. ഇപ്പോൾ പെട്രോൾ 110 രൂപയും ഗ്യാസിന് 1100 രൂപയുമായി. പറഞ്ഞതിന് ഇരട്ടിയതിലധികം തുകയാണ് രാജ്യത്തെ ഓരോ പൗരൻ്റെയും പോക്കറ്റിൽ നിന്നും കുത്തക കോർപ്പറേറ്റുകൾ തട്ടിയെടുക്കുന്നത്. അതുപോലെ വിദേശ ബാങ്കുകളിൽ കുമിഞ്ഞുകൂടി കിടക്കുന്ന കള്ളപ്പണം
അത് പിടിച്ചു കൊണ്ടുവന്ന് രാജ്യത്തെ ഓരോ പൗരൻ്റെയും അക്കൗണ്ടിലൂടെ 15 ലക്ഷം രൂപ വീതം തരുമെന്ന് ഗ്യാരണ്ടി പറഞ്ഞു. 15 ലക്ഷം പോയിട്ട് 15 രൂപ തന്നു, 15 പൈസ തന്നു. എന്നിട്ടും പറയുക മോദിജിയുടെ ഗ്യാരണ്ടി എന്ന്. ഈ ഗ്യാരണ്ടി പറയാൻ അല്പമെങ്കിലും ഉളുപ്പുണ്ടോ സംഘികളെ? ഉളുപ്പുണ്ടെങ്കിൽ നിങ്ങളിത് പറയില്ല. നിങ്ങൾക്കുളുപ്പില്ലെന്ന് രാജ്യത്തെ വിവരവും വിദ്യാഭ്യാസവും ഉള്ളവർക്കറിയാം. അതുകൊണ്ട് ഇനിയും ഗ്യാരണ്ടിയുമായി ഈ പടിക്കലെങ്ങും കണ്ടുപോകരുത്. പിന്നെ പ്രേക്ഷകരോട് പറയുവാനെന്നേ ഉള്ളൂ, രാമമന്ത്രത്തിലും ED മന്ത്രത്തിലും ഗ്യാരണ്ടി മന്ത്രത്തിലും മതിമറന്ന് വോട്ട് ചെയ്യുന്നതിന് മുൻപ് ഒന്ന് ആലോചിക്കുക. നിങ്ങൾക്ക് കിട്ടിയിരുന്ന സബ്സിഡികൾ അതില്ലാതാക്കിയതും 67 രൂപയുടെ പെട്രോളിന് 110 വാങ്ങിയതും 350 രൂപയുടെ ഗ്യാസിന് 1100 വാങ്ങുന്നതും 1 രൂപയ്ക്ക് റേഷൻ കടയിൽ കിട്ടിയിരുന്ന അരി 25 രൂപയ്ക്ക് തരുന്നതും തന്നെയാണ് പുതിയ ഗ്യാരണ്ടികളുമായി വരുന്നതെന്ന് അതുമാത്രം ഓർത്താൽ മതി.